നസറനായ ക്രിസ്തു ഈശ്വരനാണ്. ക്രിസ്തു ഈശ്വരനാണ്. ക്രിസ്തു ഈശ്വരനാണ്. ക്രിസ്തു സത്യമാണ്. ക്രിസ്തു ധർമ്മമാണ്. ക്രിസ്തു ന്യായസ്ഥനാണ്. ക്രിസ്തു ക്രിസ്തു ഒരു വ്യക്തിയുടെ അല്ല, ക്രിസ്ത്യാനിയുടെ അല്ല. ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് അവകാശപ്പെട്ടതല്ല. ക്രിസ്തു ക്രിസ്തു എല്ലാ മനുഷ്യൻ്റെയും രക്ഷകനാണ്. ക്രിസ്തു നന്മയും സത്യവും ധർമ്മവും ആര് പരിപാലിക്കുന്നു അവർക്ക് ക്രിസ്തു രക്ഷകനാണ്. എല്ലാ മനുഷ്യനും ക്രിസ്തുവിനെ ആശ്രയിക്കാം. ക്രിസ്തു ഈശ്വരന ദൈവപുത്രനല്ല. ക്രിസ്തു ക്രിസ്തു ഈശ്വരൻ തന്നെയാണ്. ഈശ്വരമാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് സമുദായത്തെ ഉണ്ടാക്കി ഒരാലയം തീർത്ത് 4 തൂണേൽ അത് പ്രാർത്ഥനയാലയമല്ല ക്രിസ്തു പറയുന്നത്. ക്രിസ്തു പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കുവാനും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനും വിശന്നു വരുന്നവൻ ആഹാരം കൊടുക്കുവാനും വിശന്നു വരുന്നവനെ ശുശ്രൂഷിക്കാനും ആസ്പത്രിയിൽ കയറി നന്മ ചെയ്യുവാനും നല്ലത് ചെയ്യുവാനുമാണ് യേശു പറയുന്നത്. അല്ലാതെ സഭയും സമുദായവും ഉയർത്തി യേശുവിൻ്റെ പേരും പറഞ്ഞ് കോടാനുകോടി സമ്പാദിച്ച് ലൂയ ലൂയ പറയുന്നവനല്ല ക്രിസ്ത്യാനി. ക്രിസ്തുവിൻ്റെ നാമത്തെ നല്ലവണ്ണം പരിപാലിക്കുന്നവനാണ്. ആരാണ് യേശു? എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത്. ആരാണ് യേശു? യേശു ദൈവമാകുന്നു. യേശു ഈ ലോകത്തിൻ്റെ രക്ഷകനാകുന്നു. യേശു നീതിമാനാകുന്നു. കൊള്ളക്കാരനെയും കൊലപാതക അക്രമക്കാരെയും മദ്യപാനികളെയും വ്യഭിചാരികളെയും പിടിച്ചു പറിക്കാരനെയും യേശു സംരക്ഷിക്കുകയില്ല. സത്യവും ധർമ്മവും ആരാണ് പരിപാലിക്കുന്നത്? ആ മനുഷ്യനെ മാത്രമേ യേശു രക്ഷിക്കുകയുള്ളൂ. യേശുവിൻ്റെ പേരും പറഞ്ഞ് യേശുവിൻ്റെ സമുദായം ഉണ്ടാക്കി യേശുവിൻ്റെ കൂടാരം ഉണ്ടാക്കി പ്രാർത്ഥിച്ചത് കൊണ്ടും ഒരു മനുഷ്യൻ രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ സത്യവും ധർമ്മവും ന്യായവും നല്ല ജീവിതത്തെ നയിക്കണം. എല്ലാ മനുഷ്യനെ ഒന്നുപോലെ കാണണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും ഒന്നാകുന്നു. ഇവർ 3 പേരും ഒരു തത്വമാണ്. അതുകൊണ്ട് മനുഷ്യന് 4, 3, 7 നാഴിക മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിതം. മനുഷ്യൻ്റെ ആത്മാവ് കൊണ്ട് മനനം ചെയ്യുക, എല്ലാ ആത്മാക്കൾക്കും നന്മ ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്.